ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വിശേഷം. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ ചുണ്ട് ഒരു ഭാഗത്ത് നല്ലപോലെ ഡ്രൈ ആയിട്ടിരിക്കുന്നു. ഡ്രൈ മാത്രമല്ല, ചുണ്ട് നല്ല നീറ്റലും വിട്ട് കീറിയിരിക്കുന്നത് നല്ലതായില്ല. ഞാൻ ആദ്യമേ തന്നെ കുറച്ച് നെയ്യ് എടുത്ത് ചുണ്ട് തേക്കാമെന്ന് കരുതി. ഈ ലിപ് ബാമൊക്കെ ഇടുമ്പോൾ എൻ്റെ ചുണ്ട് ആകെ പൊട്ടി കറുത്ത് വീണ്ടും ഒരു ഷാഡോ പോലെ ആവും. അപ്പോൾ ഞാൻ വിചാരിച്ച് ചുണ്ടിൽ ഇച്ചിരി നല്ലപോലെ നെയ്യ് എടുത്ത് പുരട്ടാണ്. അങ്ങനെ നെയ്യൊക്കെ എടുത്ത് നല്ലപോലെ ചുണ്ടിലും എടുത്ത് പുരട്ടി. നെയ്യ് 2-3 ദിവസം അടുപ്പിച്ച് ഉപയോഗിക്കുമ്പോഴത്തേക്ക് ചുണ്ടിലായി ഇതൊക്കെ അങ്ങ് മാറും. ലിപ് ബാമിനെക്കാട് ഇച്ചിരി കൂടെ നല്ലത് നെയ്യ് തന്നെയാണ്. ചുണ്ടിൽ ഇത്തിരി നെയ്യും പുരട്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ പുത്രി ഒരു യക്ഷിയെപ്പോലെ ഉറക്കത്തിൽ എണീച്ച് വന്നത്. കയ്യിൽ കുറേ ബലൂണും ചപ്പലാണ്ടിയൊക്കെ ഉണ്ട്. ഇന്ന് സ്കൂളിൽ പോകാനുള്ള എല്ലാ അടവുകളും കയ്യിലെടുത്തുകൊണ്ടാണ് വന്നത്. പിന്നെ അവളെ മുടിയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ട് സ്കൂളിൽ പോകാൻ ബ്രഷൊക്കെ എടുത്ത് കൈ കൊടുത്തു. അതിനിടെ അവൾ കുറേ ക്വസ്റ്റ്യനൊക്കെ എന്നോട് ചോദിച്ചത് എന്തിനാണ് പെട്ടിട്ടത്, എന്തുവാ ഇത്, ലിപ് ബാമിന് പകരം വന്നതെന്നൊക്കെ ചോദിച്ചു. പിന്നെ കുഞ്ഞാളെയും പോയി നോക്കി. കുഞ്ഞാൾ നല്ല ഉറക്കമാണ്. ആ സമയം കൊണ്ട് മോളുടെ ബുക്സ് എല്ലാം പറക്കി ബാഗിനകത്ത് വെക്കാമെന്ന് കരുതി. ബുക്സൊക്കെ ടൈം ടേബിൾ നോക്കി എല്ലാം അടുക്കി പറക്കി വെച്ചിട്ട് അവൾക്കുള്ള സ്നാക്സും പാക്ക് ചെയ്ത് വെച്ചു. ഇന്ന് സ്നാക്സായിട്ട് കൊടുത്തു വിടുന്നത് തക്കാളി മുറുക്കും പിന്നെ ഓറിയോയുടെ ബിസ്ക്കറ്റ് വേണം. ഇത് രണ്ടും മതി. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഡെയിലി ഇത് ഒരു ദിവസം തക്കാളി മുറുക്കാണെങ്കിൽ ഒരു ദിവസം ഓറിയോ ബിസ്ക്കറ്റ്, ഒരു ദിവസം ഓറിയോ ബിസ്ക്കറ്റാണെങ്കിൽ ഒരു ദിവസം തക്കാളി മുറുക്ക്, ഇങ്ങനെ മാറിയാണ് ആൾക്ക് കൊടുത്തു വിടുന്നത്. അത് മതി അവൾക്ക്, വേറെ ഒരു പലഹാരവും വേണ്ട. എല്ലാ പിള്ളേരും വെറൈറ്റി കൊണ്ടുവരുമ്പം എൻ്റെ മോള് തക്കാളി മുറുക്കും ബിസ്ക്കറ്റ് മാത്രം മാറി തിന്നും. പിന്നെ ഇടയ്ക്ക് അവളെ മുറിയിലോട്ട് ചെന്ന് മുറിയിലെല്ലാം ആകെ അലങ്കോലമായിട്ട് കിടക്കുമായിരുന്നു. നാത്തൂൻ്റെ വളകാപ്പ് കാരണം ഞങ്ങൾ 2 ദിവസം ഡെയിലി അവിടെ പോയി വരെ ചെയ്തുകൊണ്ട് മുറിയൊന്നും വൃത്തിയാക്കിയോ അടുക്കിപ്പറക്കി വയ്ക്കുകയോ ഒന്നും ചെയ്തില്ല. ഇനി വേണം അവളെ വിട്ടിട്ട് വേണം അതൊക്കെ ഒന്ന് അടുക്കിപ്പറക്കി വയ്ക്കാൻ. മോള് ബ്രഷ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് പിന്നെ തലയിൽ എണ്ണ പുരട്ടി കൊടുക്കാമെന്ന് കരുതി. നല്ലപോലെ എണ്ണ പുരട്ടും. കാരണം അവളുടെ ഈ മുടി ഒന്നാമത്തെ കാര്യം എണ്ണ ഒട്ടും പിടിക്കത്തില്ല. ഇന്ന് തേച്ചാൽ വൈകിട്ട് വരുമ്പോഴത്തേക്ക് ഒട്ടും എണ്ണ കാണത്തില്ല. രണ്ടാമത്തെ കാര്യം ഇപ്പോഴത്തെ കാലാവസ്ഥയും കൂടെ ആയതുകൊണ്ട് ഒട്ടും എണ്ണ നിൽക്കത്തില്ല. എല്ലാം പെട്ടെന്ന് ഡ്രൈ ആയി. കുളിയും കഴിഞ്ഞ് വന്നാൽ പിന്നെ ഇവിടെ ഒരു അംഗമാണ്. ഇവിടെ ഏറ്റവും വലിയ കലാപം നടക്കുന്നത് അവളെ സ്കൂളിൽ വിടുന്ന ആ ഒരുക്കുന്ന സമയമാണ്. മുടി കെട്ടാൻ വിളിച്ചാൽ വരത്തില്ല, ഒരുങ്ങാൻ വിളിച്ചാൽ വരത്തില്ല, കണ്ണെഴുതത്തില്ല, പൊട്ടിടത്തില്ല. ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട. എങ്ങനെയെങ്കിലും അങ്ങ് സ്കൂളിൽ പോയാൽ മതി. അവളെയും കൊണ്ടുള്ള രാവിലത്തെ യുദ്ധം എന്ന് പറയുന്നത് ഒരു വലിയ മഹായുദ്ധം തന്നെയാണ്. അവളെ എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ച് നിർത്തി ഒരുക്കി സ്കൂളിൽ പറഞ്ഞുകൊണ്ട് സ്കൂളിൽ പോകുന്നവർ ഇവിടെ കരച്ചിലും ബഹളവും അടിയും പിടിയും ഒക്കെ ആയിരിക്കും. ആ അടിയും പിടിയെല്ലാം കഴിഞ്ഞ് അവൾ സ്കൂളിൽ പോയാൽ വീട് സൈലൻ്റോ. പിന്നെ ഇവിടെ ഭയങ്കര മൂകതയായിരിക്കും. ഞാൻ മാത്രമല്ലേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ കുഞ്ഞാവയുള്ളൊരു കുഞ്ഞാവയുണ്ട്. പിന്നീട് ഞാൻ റൂമെല്ലാം ഒന്ന് വൃത്തിയാക്കി അടുക്കി പെറുക്കി എല്ലാം ജോലി